ഈ ജേക്കബിന്റെ സ്വർഗരാജ്യം ആ ഒരു സിനിമ ഒരു രസകരമായിട്ടുള്ള ഒരു നിമിത്തമാണ് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ കയ്യിലേക്ക് വന്നത് തീർച്ചയായിട്ടും മലയാളത്തിന്റെയും തമിഴിന്റെയും ഒക്കെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള ഞാൻ ആദ്യം ഒരു സീനാണ് ചെയ്തത്. പിന്നെ ഗൗതം മേനോൻ സാർ ചെയ്യേണ്ട റോളാണ് ഞാൻ. അത് പ്രളയം വന്നെന്നുണ്ടെങ്കിൽ നമുക്കത് നമുക്ക് ഇങ്ങനെ ഒരു വഴിത്തിരിവ് അതിനകത്ത് ഉണ്ടായി എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ അങ്ങനെ ഒരാളൊക്കെ നമുക്ക് ഇങ്ങനെ. പക്ഷെ അതല്ലല്ലോ നമ്മൾ സംസാരിച്ചത്. നമ്മൾ തമ്മിൽ അതിന് സംസാരിച്ചിട്ടില്ലല്ലോ. പിന്നെ റൈറ്റേഴ്സിന്റെ മൈൻഡിൽ നമ്മൾ ഉണ്ടാവണം. അവരെഴുതുമ്പോ ആ ഒരു, അതായത് ഒരു പ്രൊഡ്യൂസർ ഓട്ടാൻ തോന്നുന്നു വിശേഷമാണ് പാഠവിശേഷമാണ്. മോനെ ഇവിടെ 15 വയസ്സുള്ള ആൾക്കാർക്ക് മസാജ് തെറാപ്പി കൊടുക്കുന്നില്ല. അടിപൊളി പടം, കുറെ ചിരിച്ചു. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബോഡി പെയിൻ വന്ന മസാജ് ചെയ്യുന്ന തെറ്റ. ട്രെയിലർ ആദ്യം ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേനും അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ്സ് ഭയങ്കരമാണ്. അതായത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എല്ലാവരും പറഞ്ഞ നല്ല പടം, ചിരിക്കാനുള്ള പടം എന്നാണ് എല്ലാവരും പറയണത്. സാർ എന്ത് ചെയ്യുന്നു? വാടക കൊലയാളി. അപ്പൊ നല്ല കുട്ടിയാ. ഇതെങ്ങനെ സ്വീകരിക്കും, പ്രോത്സാഹിക്കും, എല്ലാവരും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ അവർക്ക് എല്ലാവർക്കും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാളത്തിന്റെയും തമിഴിന്റെയും ഒക്കെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള അശ്വിൻ കെ കുമാറാണ്. ചേട്ടാ നമസ്കാരം. സുഖായിരിക്കുന്നു? സ്പാ കണ്ടിട്ടോ, അടിപൊളി പടം, കുറെ ചിരിച്ചു. ട്രെയിലർ ആദ്യം ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേനും അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ്സ് ഭയങ്കരമാണ്. അതായത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എല്ലാവരും പറഞ്ഞ നല്ല പടം, ചിരിക്കാനുള്ള പടം എന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അത്രയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? കാരണം ഇപ്പം 4 ആഴ്ച കഴിഞ്ഞു, 5ാമത്തെ ആഴ്ചയിലേക്ക് പോകുന്നു. സർട്ടിഫിക്കേഷൻ മൂവിയാണ്. അപ്പോൾ ആ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഒരു ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിട്ട് വെക്കില്ല പൊതുവെ എല്ലാ സിനിമകൾക്കും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് കുറച്ചുകൂടി നമുക്കൊരു എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സിനിമയെക്കുറിച്ച്, സിനിമയുടെ കഥയെക്കുറിച്ച് നമ്മൾ സിനിമ കണ്ടിട്ട് നമുക്ക് ആ ലെവൽ വരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇനി അത് ജനങ്ങളുടെ അടുത്ത് അത് എത്തുമ്പോൾ അത് എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ എന്ന് നമ്മൾ 2ാമത്തെ ആഴ്ചയിൽ ഒരുപാട് പേരിങ്ങനെ തിയേറ്ററിൽ കുലുങ്ങി ചിരിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുക. അതായത് ആളുകൾ പറയുന്നത് ചിലവരൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം വന്നവരുണ്ട്. പിന്നെ ഈ 5ാമത്തെ ആഴ്ചയിൽ കയറുമ്പോൾ ഒരുപാട് റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ടായിരുന്നു, കാണാത്തവരും റിപ്പീറ്റ് ഓഡിയൻസും. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ചിരിക്കുമ്പോൾ സിനിമ തിയേറ്ററിൽ ഒരു വൈബ് ഉണ്ടാവും, ഒരു എനർജി ഉണ്ട്. ആ എനർജി ആയിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. കാരണം മറ്റവർ എല്ലാവരും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ അവർക്ക് എല്ലാവർക്കും ഒരു ഇത് തോന്നി, ഒരു റിലേറ്റബിൾ ആയിട്ട് തോന്നി. അത് ശരിക്കും നേരിട്ട് ആസ്വദിച്ചു. അതായത് കുറേ ആളുകളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ആ ഒരു വൈബ് കറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കിട്ടിയായിരുന്നോ? അത് പിന്നെ അത് നമ്മളൊരു എന്താ പറയുക, അവരുമായിട്ടൊരു ഇറ്റ്സ് ദി ഓൺലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ദി ഓഡിയൻസ്. ഈ ഒരു റിയാക്ഷൻ അത് നമുക്ക് സാധിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് കരുതാം. മനസ്സിലായോ? നമ്മൾ വിജയിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അത്രയും കളക്ഷൻ ആ ഒരു ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുമ്പ് സിനിമ വർക്കായോ എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും സിനിമയെ ജഡ്ജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സിനിമയെ ഒരു സക്സസ് ആണോ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഓഡിയൻസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സപ്പ വിജയിച്ചിട്ടുണ്ട്. അതെ, ഈ ഓഡിയൻസ് കുറച്ചുകൂടി ജഡ്ജ്മെന്റൽ ആണ് എന്നുള്ളത് ചേട്ടന് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? അത് എപ്പോഴും ആണ്. അതായത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളത്, കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അത് വേറൊന്നുമില്ല, ആളുകളൊന്നും മാറിയിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അത് എന്താ പറയുക, പുറത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കുറച്ചുകൂടി അത് പ്ലാറ്റ്ഫോംസ് വൈഡൻ ആയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ഏറ്റവും വലിയത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അനോണിമിറ്റി എന്ന് പറയുന്ന കാര്യത്തിലാണ് എല്ലാവരും അഡ്വാൻറ്റേജ് എടുക്കുന്നത്. അപ്പോൾ
അത് എന്തായാലും ഒരു സൈഡിൽ അത് കൂടിക്കൊണ്ട് പോകും. പക്ഷെ മറ്റൊരു സൈഡിൽ നമുക്ക് എപ്പോഴും ഒരു ജെന്യൂനിറ്റി ട്രസ്റ്റ് ചെയ്യുന്നു. അതായത് ജെന്യൂനായ ഓഡിയൻസും ജെന്യൂനായ ആളുകളും അവരെ മാത്രമാണ് മാക്സിമം നമ്മൾ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്ത്. കാരണം യു നീഡ് ടു ഹാവ് സം പോസിറ്റീവ് ലൈറ്റ് ഇൻ ദ സൊസൈറ്റി ഫോർ യു ടു ഡു സംതിങ് ഗുഡ്. അതായത് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശം മാത്രമല്ലാതെ, നമ്മുടെ ഒരു ഭാഗത്തൊരു ഇനിഷ്യേറ്റീവ് മാത്രമല്ലാതെ ഇതെങ്ങനെ സ്വീകരിക്കും പ്രോത്സാഹിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി കേരള ഓഡിയൻസ് ഇസ് സംവെയർ വെർ ഐ ക്യാൻ ബി കോൺഫിഡൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജഡ്ജ്മെൻറ്റൽ എന്ന് പറയുന്ന കാര്യം എന്തായാലും മനുഷ്യൻ ജഡ്ജ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജഡ്ജ്മെൻറ്റലായിട്ടുള്ള ഒരു ഇന്ത്യൻ സൊസൈറ്റി കാണുമ്പോൾ അതിൽ കുറച്ചുകൂടി മലയാളി സൊസൈറ്റി കുറച്ചുകൂടി സ്വീകരിക്കും, മലയാളി ഓഡിയൻസ് കുറച്ചുകൂടി ഇത് സ്വീകരിക്കും. നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും അവര്. അതായത് മാത്രമല്ല, നമുക്ക് ചില ഫോർമുലകളും കാര്യങ്ങളും പല ഇൻഡസ്ട്രിയിൽ ചില തടസ്സങ്ങളാണ്. ഈ ഫോർമുലാസോ അല്ലെങ്കിൽ ഇത് വർക്കാവത്തില്ല, അല്ലെങ്കിൽ ഓഡിയൻസിന് ഒരു കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബോൾഡ് ഓഡിയൻസും കൂടിയാണ്. വി ഹാവ് ബോൾഡ് മേക്കേഴ്സ് ആൻഡ് വി ഹാവ് ബോൾഡ് ഓഡിയൻസ് ഓൾസോ. അപ്പോൾ എല്ലാം സ്വീകരിക്കുകയും ചെയ്യും. ഒരു കാര്യത്തിൽ ഒരു സത്യം തോന്നുമ്പോൾ അത് സത്യമാണെന്ന് അവർ സമ്മതിക്കും. നിങ്ങളുടെ ഇപ്പൊ പടം അത്രയും ചിരി തരുന്നൊരു പടമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ വിശേഷങ്ങൾ അതിഗംഭീരമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഫണ്ണാണ്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ഷെഡ്യൂൾ ഒരുമിച്ചാവൂലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും അവിടെ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ വിനീതേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അത് കാരണം അത് ഒരു റോള് സത്യം പറഞ്ഞാൽ ഇങ്ങനെയും ഒരു ഹീറോ, ഇങ്ങനെയും ഒരു ലീഡ്. കാരണം ആള് ഇതിൽ ആക്ച്വലി ലീഡ് ആരും ഇല്ല, പക്ഷെ പുള്ളിയുടെ ഒരു പെർഫോമൻസും പുള്ളിയുടെ ഒരു കഥയും അതിൽ റാധിക്കാൻ കൂടി ഒപ്പം നിൽക്കുമ്പോൾ രണ്ടും ഇങ്ങനെ പരസ്പരം പെർഫോം ചെയ്ത് മത്സരിച്ച് അങ്ങനെ നമ്മൾ സ്ക്രീനിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ആ ഒരു ഓഡിയൻസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും എത്രത്തോളം അത് ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ പടം നമുക്കാകെ പേസണുണ്ടാ എന്നാണ് പറയുന്നത് എപ്പോഴും. നമ്മുടെ പടം നമുക്ക് വേണ്ടി സംസാരിക്കണം. അത് നമ്മൾ സിനിമ കാണുമ്പോൾ ആ സിനിമ സംസാരിക്കുന്നുണ്ട്. ആ സിനിമയുടെ ഒരു ലെവൽ എന്താണെന്ന് ആ സിനിമ തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് ഏറ്റവും നല്ല ഓഡിയൻസിന്റെ കയ്യിലാണ് ഇത് എത്തിപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും ജേക്കബിന്റെ സ്വർഗരാജ്യമാണ് ഞങ്ങൾ ഇങ്ങനെ ചേട്ടനിങ്ങനെ ഇപ്പോഴും മനസ്സിലിങ്ങനെ നമ്മൾ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ആ സീനൊക്കെ നമ്മൾ അങ്ങനെ ആലോചിക്കും. ഈ ജേക്കബിന്റെ സ്വർഗരാജ്യം ആ ഒരു സിനിമ ഒരു രസകരമായിട്ടുള്ള ഒരു നിമിത്തമാണ് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ കയ്യിലേക്ക് വന്നത്. തീർച്ചയായിട്ടും 200%. കാരണം ഞാൻ ആദ്യം ഒരു സീനാണ് ചെയ്തത്, പിന്നെ ഗൗതം മേനോൻ സാർ ചെയ്യേണ്ട റോളാണ് ഞാൻ അത് കഴിഞ്ഞിട്ടത്. അത് സാർക്ക് ഇവിടെ വരാൻ പറ്റാത്തൊരു അവസ്ഥ അറിയാമല്ലോ, പ്രളയം ചെന്നൈയിലും എയർപോർട്ട് ഷട്ട് ഡൗൺ ഒക്കെ ആയി. അപ്പോൾ ഈ കഥ എത്ര പ്രാവശ്യം ഇത്രയും വർഷങ്ങളിൽ 10 വർഷമായി ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മിറാക്കിൾസ് ഡു ഹാപ്പൻ. പക്ഷേ അത് മിറാക്കിൾ എന്ന് പറയുന്ന ഒരു സന്തോഷമായിട്ട് നമുക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ല ചിലപ്പം. കാരണം അത് ഒരു പ്രളയം കാരണമാണ് പുള്ളിക്ക് ഇവിടെ വരാൻ പറ്റാത്തതും പല നഷ്ടവും സംഭവിച്ചു, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ കഷ്ടത്തിലും ഒരു നന്മ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ വിധി കൊണ്ടുപോയിട്ടുണ്ട്. ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ ഒരുപാട് പേര് അവിടെ കാസ്റ്റ് ചെയ്തവരുണ്ടായിരുന്നു, മലയാളികൾ. അപ്പം ഞാൻ ഉൾപ്പെടെ അവിടെ എന്താ പറയുക, ഞാൻ ഒരു സീൻ ചെയ്തു. പിന്നെ ഹാപ്പിയായി. ലക്ഷ്മി മാം, നിവിൻ പോളിയായിട്ട് ഒരു സീൻ ചെയ്തു. അപ്പോൾ സീൻ ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ പുള്ളി ആ പ്രേമത്തിൻ്റെ ഒരു കിക്കിലും ആ ഒരു പീക്കിലാണ് നിൽക്കുന്നത് പുള്ളി. അപ്പോൾ അങ്ങനെ ഐ വാസ് ലൈക്ക് ഒറ്റ സീനെങ്കിലും നിവിൻ പോളിയുടെ കൂടെ ചെയ്തല്ലോ എന്നൊരു സന്തോഷമാണ്, ആഘോഷിച്ചു അങ്ങനെ. പക്ഷേ അത് ഒരു 5-6 ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിളി വരുന്നു. വിനീതേട്ടൻ എന്നെ മെസ്സേജും ചെയ്യുന്നു. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ലോട്ടറി തന്നെയാണ്, ജാക്ക് പോട്ട്. അത് പ്രളയം വന്നെന്നുണ്ടെങ്കിൽ നമുക്കത് നമുക്ക് ഇങ്ങനെ ഒരു വഴിത്തിരിവ് അതിനകത്ത് ഉണ്ടായി എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ അങ്ങനെ ഒരാളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ഇപ്പൊ ഈ എല്ലാവരും പറയണ കേൾക്കാം, റൈറ്റ് കണക്ഷൻസ് റൈറ്റ് ടൈമിൽ വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാലന്റ് യൂസ്ലെസ് ആണ് എന്നുള്ളത്. ചേട്ടൻ അതിനകത്ത് വിശ്വസിക്കുന്നുണ്ടോ? ടാലൻറ്റ്, അതായത് ഐ ഫീൽ നമ്മൾ ഈ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ കുറിച്ച്
പറയുമ്പോൾ അല്ലെങ്കിൽ ആരായാലും ശരി, നമ്മുടെ ഒരു ടാലൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോൾ പോലെയാണ്. ഐ കമ്പയർ ഇറ്റ് ആസ് എ ബോഡി. അപ്പോൾ ഈ ദേഹത്തിൽ ഒരു ആത്മാവുണ്ട് അകത്ത്. ഈ ആത്മാവിന് ഒരു ബോഡി ആവശ്യമുണ്ട്. അപ്പോൾ മൈ ടാലൻറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു കീപ് മീ അലൈവ്. ബട്ട് വാട്ട് എം ഐ ഡൂയിങ് ഫോർ ദ ബോഡി? അപ്പോൾ എൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ അതിന് ചുറ്റുമുള്ള നെറ്റ്വർക്കിംഗ്, അതിന് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ. ഹാർഡ് വർക്കും ടാലൻറ്റ് വിൽ കീപ് യു ഗോയിങ്. ദാറ്റ് വിൽ കീപ് യു അലൈവ് ഇൻ ദ ഇൻഡസ്ട്രി. ബട്ട് വാട്ട് എൽസ് ആർ യു ഡൂയിങ് അപ്പാർട്ട് ഫ്രം ദാറ്റ്? അപ്പോൾ ലക്ക് ഈസ് വൺ തിങ് ദാറ്റ് വിൽ ഗിവ് ദ ബിഗസ്റ്റ് ഹാൻഡ്. ഏത് സമയത്ത് ഒരു നിമിത്തം പോലെ, ഏത് സമയത്ത് ഏത് നേരത്തിലാണ്, ആരുടെ കൂടെ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത്, നമ്മൾ ആരെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്ത് നമ്മൾ ഏത് സ്ലോട്ടിലാണ് വീഴാൻ പോകുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതൊക്കെ ചിത്രയുടെയും ശരി, എൻ്റെയും ശരി, ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതോ ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബോഡിയും ഫിസിക്കൽ വേൾഡും ഈ ഫിസിക്കാലിറ്റിയും ഈ മെറ്റീരിയലിസ്റ്റിക്കായ ഒരു ലോകത്തിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, വി ആർ ഗെറ്റിംഗ് കൺസ്യൂംഡ് ഇൻ ദാറ്റ്. അപ്പോൾ അതിലൊരു ചെറുതായിട്ട് ഒരു സൂം ഔട്ട് അടിച്ച് നോക്കിയാൽ യു വിൽ സോർട്ട് ഓഫ് സി, ഓ ഇങ്ങനെയാണ് എൻ്റെ പാറ്റേൺ പോയിരിക്കുന്നത് അല്ലേ ഇതുവരെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ലൈക്ക് യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു കീപ് ഗിവിങ് ദ ടാലൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക്. പക്ഷേ ലക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ, ആ ഒരു നേരം, ആ നിമിത്തം, ഞാൻ അവിടെ ദുബായിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ റോളില്ല. അപ്പം അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് ലക്ക് ഡെഫിനറ്റ്ലി ഈസ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് എവർ ഹാപ്പൻസ് ഇസ് ലക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദിസ് ലക്ക് ഇസ് ജസ്റ്റ് a coincidence of certain patterns which is not in your hands. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ്, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നെറ്റ്വർക്കിംഗും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് സർക്കിളിനാണ്. പിന്നെ റൈറ്റേഴ്സിൻ്റെ മൈൻഡിൽ നമ്മൾ ഉണ്ടാവണം. അവരെഴുതുമ്പോൾ ആ ഒരു, അതായത് ഒരു പ്രൊഡ്യൂസർ ഒരു കഥ കേൾക്കുന്നു, ഒരു റൈറ്റർ എഴുതി, ഒരു പ്രൊഡ്യൂസർ കഥ കേൾക്കുന്നു. പ്രൊഡ്യൂസർ കഥ കേൾക്കുമ്പോഴത്തേക്ക് അവരുടെ അറിവിലുള്ള ആളുകളും കാര്യങ്ങളും എല്ലാം ഈ ഓരോരോ ഉരുവം, അതായത് ഓരോരോ ആളുകളുടെ ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കാസ്റ്റിന് എടുക്കുന്നു, ഒരു 5 പേര് കാസ്റ്റിന് എടുക്കുന്നു. ആ 5 പേര് കാസ്റ്റിൽ അവരുടെ ഒരു ഷേപ്പും അവരുടെ മുഖവും അവരുടെ ഭാവവും അവരുടെ മാനേഴ്സും ബോഡി ലാംഗ്വേജ് എല്ലാം ഒറ്റ സമയത്ത് ഒരു സെക്കൻഡിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഗ്ലിംസ് ആയിട്ട് ഇങ്ങനെ ഫ്ലാഷ് ആവും. ആ ഓർമ്മയിൽ നിങ്ങൾ വേണം. അത് ഓർമ്മയിൽ വരാൻ നിങ്ങൾ ആദ്യം അവരെ നല്ലപോലെ പരിചയപ്പെടണം. അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമകളോ നിങ്ങൾ ചെയ്യുന്ന വർക്കുകളോ എവിടെയെങ്കിലും 2-3 തവണയെങ്കിലും ഒരു റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിരിക്കണം. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് ഒരാളുടെ മനസ്സിൽ കയറുകയും ഇതിനെ അയാൾ ഇട്ടാ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചർച്ചയാണ്. അപ്പോൾ ഫസ്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു പ്രൊജക്റ്റ് യുവർ സെൽഫ് ടു ദ റൈറ്റ് പീപ്പിൾ. ആ പ്രൊജക്ഷൻ ആ സമയത്ത് ആ റൈറ്റ് ടൈമിലുള്ള പ്രൊജക്ഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ പ്രൊജക്ഷൻ കുറച്ചും കൂടി നിലനിൽക്കും. കുറച്ച് സമയം അങ്ങനെ ഒരു ഏത് സമയവും അയാളുടെ മനസ്സിൽ നിന്ന് എൻ്റെ മുഖം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സാധ്യതയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ എല്ലാവരുടെ അടുത്തും സംസാരിക്കണം, എസ്പെഷ്യലി റൈറ്റേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെ ഡയറക്ടേഴ്സ്. ഇപ്പം ഒരു നടൻ എന്ന നിലയിൽ ചേട്ടൻ എന്തിനെങ്കിലും പേടിക്കുന്നുണ്ടോ? എൻ്റെ പേടി എന്ന് വെച്ചാൽ ശമ്പളം കിട്ടുമോ, സമയത്ത് കിട്ടുമോ, സംസാരിച്ച എമൗണ്ട് കിട്ടുമോ, മര്യാദയ്ക്ക് പറയുന്ന ഷെഡ്യൂളുകളും ഡേറ്റും വല്ലാതെ ഇങ്ങനെ മാറ്റമില്ലാതെ ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കറക്റ്റ് നടക്കുമോ, ഇതൊക്കെയാണ് എൻ്റെ പേടി. കാരണം വേറെ അതായത് നമ്മൾ ഈ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എന്താ പറയുക എത്തിരിക്കുന്നത്. ഇവിടെ പ്രൊഫഷണൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അത് ഒരിക്കലും എനിക്ക് അത് മാറ്റാൻ കഴിയില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഐ ഗെറ്റ് ടു എ സ്റ്റേജ് വേർ ഐ ക്യാൻ ഒരു കമാൻഡിങ് ഇത് നോട്ട് ഇൻ ടേംസ് ഓഫ് ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു ഗമയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതാണ് സത്യം. അതായത് നമ്മളെല്ലാവർക്കും ഒരു മാർക്കറ്റിംഗ് വാല്യൂ ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഒന്നില്ല, ഫോർ എക്സാമ്പിൾ somebody comes and tells you, hey, you remind me a little bit of Pearl Mani.
കുറച്ച് പേളിയുടെ ഒരു ചായ ഉണ്ട്, കുറച്ച് ഇതിൻ്റെ ചായ ഉണ്ടല്ലോ, ഓക്കെ, ദെൻ ദാറ്റ് തിങ് ഗെറ്റ്സ് ഇൻസൈഡ് യുവർ ഹെഡ്. ഫോർ എക്സാമ്പിൾ, യു മൈറ്റ് നോട്ട് ബി ഈവൻ ഹാവിങ് ദ തോട്ട്, ബട്ട് വെൻ സംബഡി പുട്ട്സ് ദാറ്റ് ഇൻസൈഡ് യുവർ ഹെഡ്, അത് നമ്മുടെ തലയിൽ അത് എങ്ങനെയെങ്കിലും ആ ഒരു റൂട്ട് കണ്ടുപിടിച്ച് ഒരു സ്ഥലം കണ്ടുപിടിക്കും. അത് നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഭാഷയിൽ പറയുന്ന പോലെ ആർക്കൈവ് ഫയൽസ് എന്ന് പറയുന്നത്, അത് എവിടെയോ പോയിട്ട് അത് ഒരു സ്ലോട്ടിൽ അങ്ങ് അത് പോയി താമസിക്കും. എന്നിട്ട് നമ്മൾ അറിയാതെ നമ്മളെ ഈ the way Pearly has come up so much as an anchor and the way she carries herself and all that, I appreciate her a lot. So ഞാൻ for example what I'm saying is, നമ്മൾ ആ സ്ഥലം എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ഞാൻ പറയുന്നത് ആസ് എൻ ആങ്കർ, സംതിങ് കംസ് ഇൻ ടു യുവർ ഹെഡ്. ചിത്രയ്ക്ക് ഒരു ലക്ഷ്യം ഉണ്ട്, ചിത്രയ്ക്ക് ഒരു സ്ഥലമുണ്ട് എത്താൻ. അത് എത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും നമ്മുടെ വർക്കും എങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ടോ? Are we giving so much? Are we doing so much? No, it is not in your hands. നമ്മൾ എന്ന സ്ഥലത്ത് നമ്മൾ അവിടെ എത്തിയിരിക്കണം എന്ന് പറയുന്ന ഒരു വാശി പിടിച്ച് നമ്മളൊരു അജണ്ട ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഓക്കെ, അത് ഒരു വർഷത്തിൻ്റെ ഇടയിൽ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ഇറ്റ് ഈസ് നോട്ട് വാലിഡ് എനിമോർ. ഇറ്റ് ഈസ് ഫോർ യുവർ ഓൺ ഡിസിപ്ലിൻ, ഒരു സെൽഫ് ഡിസിപ്ലിൻ, ഒരു ബേസിക് സെൽഫ് ഡിസിപ്ലിൻ ദാറ്റ് യു സെറ്റ് എ ഡെഡ് ലൈൻ. എന്ന സമയത്ത് നമ്മൾ ഇത് ഒരു വർഷം അടക്കം ഞാനിത് ചെയ്തിരിക്കും എന്ന് പറയുമ്പോൾ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ട് വേറെ എന്തൊക്കെയോ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. മനസ്സിലായി? എനിക്കിത് വർക്കായിട്ടുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 2 വർഷം കൊണ്ട് ഞാൻ എൻ്റെ വഴി ഞാൻ തെളിച്ചിടുന്നു, ഞാൻ പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 വർഷത്തിന് ശേഷം ഞാൻ അതിൻ്റെ റിമൈൻഡർ ഇങ്ങനെ വന്നപ്പോഴേക്കും ഓക്കെ, ഞാൻ 2 വർഷം കഴിഞ്ഞല്ലോ, ഇപ്പം ഞാൻ ആക്ച്വലി ബാക്കിലോട്ട് ആലോചിച്ചപ്പോൾ ഓൾറെഡി സെറ്റാണ്. അങ്ങനെ എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. ഇത് എനിക്ക് കണക്റ്റഡ് ആണ്. ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ് നമ്മൾ, ആ സോണിലാണ് കിടക്കുന്നത്. വഴിമാറി അത്രയും സഞ്ചരിച്ചിട്ടില്ല. അതെ അതെ അതെ. ചിലവർക്ക് ഐ ഫീൽ വെരി ബാഡ് വെൻ വാട്ട് എവർ ദേ പ്ലാൻ, അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് അവരുടെ ജീവിതത്തിൽ വേറെ ചില സിറ്റുവേഷൻസ് വന്നിട്ട് അത് ക്വിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ ഇങ്ങനെ തോന്നും. കാരണം ഞാൻ എങ്ങനെയോ ഒരു 10 വർഷം ഞാൻ ഇത്രയും, ഇതെല്ലാം മിറാക്കിൾസ് ആണ്. ഈ ജേക്കബിന്റെ സേവകരാജൻ നമുക്ക് വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഒരു മിറാക്കിൾ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഇന്ന് ഈ നിമിഷം തന്നെ ഒരു മിറാക്കിൾസ് ആണ്. എവറിത്തിങ് ഇസ് അലൈവ്. ഓക്കെ, എവറിത്തിങ് ഇസ് അലൈവ്. ദിസ് ഇസ് എ മിറാക്കിൾ ഫോർ മീ. അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ വളരെ ബേസിക് കാര്യങ്ങൾ തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ റേഞ്ച്, ഈ മിറാക്കിൾസ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഫിനോമിനനാണ്. ഇതെല്ലാം മിറാക്കിൾസ് ആണ്. അപ്പോൾ ഫോർ മീ, ഞാനൊരു തമിഴനാണ്, ഞാൻ മലയാളം കേട്ട് പഠിച്ചതാണ്. ഓക്കെ, ആൻഡ് ദുബായിൽ താമസിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ അച്ഛന് കച്ചവടമൊക്കെ ചെയ്ത് ഒരു സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടി ഞാൻ കാശ് കാണുന്നത്, നല്ല ലൈഫ് സ്റ്റൈൽ കാണുന്നത്. അല്ലാതെ നമ്മളെ പാരമ്പര്യമായിട്ട് ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്ന് വെച്ചാൽ, ഇത്രയും 10 വർഷങ്ങളും മലയാളം സിനിമയിൽ ഞാൻ നിലനിൽക്കും എന്ന് പറയുന്ന കാര്യം തന്നെ ഭയങ്കര മിറാക്കിളാണ് എനിക്ക്. കാരണം പുറകെ നോക്കുമ്പോൾ പറഞ്ഞ പോലെ ഒരു 12 വർഷം അല്ലെങ്കിൽ 20 വർഷങ്ങൾ, ഞാൻ ഓൾമോസ്റ്റ് എന്തായാലും 15 വർഷങ്ങളായി ഇത് കുറച്ചും കൂടി ഇതൊരു ഡ്രീമായിട്ട് എടുത്ത് നടന്നിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഡ്രീം കുറച്ചും കൂടി ശക്തമായെന്നേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഈ ഗിവ് അപ്പോ ക്വിറ്റോ അതിൻ്റെ ഒരു വാക്കുകളൊന്നും ചേർക്കാറില്ല. ഇപ്പോൾ സക്സസ് ആണ്, അല്ല ഫെയിലിയർ ആണ് ശരിക്കും പറഞ്ഞാൽ സക്സസിനെക്കാട്ടിലും കുറച്ചുകൂടി നമ്മളെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മളെ കുറച്ചുകൂടി പാഠം പഠിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നതെന്നല്ല, എല്ലാവരുടെ ലൈഫിൽ ഓരോരോ എക്സ്പീരിയൻസസ് ഉണ്ടാകും. ഫെയിലിയർ കൊണ്ട് ചേട്ടൻ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഫെയിലിയർ എന്താണെന്ന് അറിയോ? ക്വിറ്റിംഗ് ആണ് ഫെയിലിയർ. ക്വിറ്റിംഗ് ആണ്. ഈ സിനിമയിൽ വന്നിട്ട്, അതായത് തിയേറ്ററിൽ കളിക്കാതെ ഇങ്ങനെ ഒരാഴ്ച പോലും കളിച്ചില്ല എന്ന് പറയുന്നതല്ല ഫെയിലിയർ. ഞാൻ ആളുകളുടെ വിചാരം അങ്ങനെ ഒരു വിചാരമുണ്ട്. നമ്മള് പിന്നെ യുവർ ആൻ ആങ്കർ, ഹീസ് എ ക്യാമറമാൻ, ഓർ ഹീസ് സംബഡി എൽസ്, എവരിവൺസ് ജസ്റ്റ് പെർഫോമിങ് ദിയർ ഓൺ ഡ്യൂട്ടീസ്. അവരവരുടെ കർമ്മയും അവരവരുടെ പ്രൊഫഷണലുള്ള കാര്യങ്ങളും അവർ എന്താണ് ചെയ്യേണ്ടത്. വീട്ടിൽ കഞ്ഞി വെക്കണം, നമുക്ക് ബേസിക്കായ ഒരു അമ്യൂണിറ്റീസ് വേണം, ബേസിക്കായ ഒരു ജീവിതം ഒന്ന് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ വർക്ക് ചെയ്യുന്നു. അത്
താങ്ക്ഫുള്ളി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇത്രയും ബ്ലെസ്സിങ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തോ 1-2 സിനിമ അല്ലെങ്കിൽ 10 വർഷം നിന്നിട്ട് നമ്മൾ എന്താ പറയുക എത്താൻ നോക്കിയ സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരാജയപ്പെട്ട ഒരു ഫീലിംഗ് വെക്കരുത്. നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് എ ഫിലിം വർക്കിംഗ് ഓർ നോട്ട് വർക്കിംഗ്, ബട്ട് യു ആർ വർക്കിംഗ്. പീപ്പിൾ ആർ ആസ്കിങ് ഫോർ യു. നമ്മൾ ഫീൽഡ് ഔട്ടൊന്നും ആയിട്ടില്ലല്ലോ. സന്തോഷം. അത് കാരണം ആ വെള്ളിയാഴ്ച എപ്പോൾ വേണമെങ്കിൽ കയറാൻ പറ്റും, എപ്പോൾ വേണമെങ്കിൽ കയറാം. നമ്മൾ കുറേ പേര് കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം അഭിനയത്തിന്റെ കൂടെ തന്നെ ചേട്ടൻ ഡബിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഡബിങ് ചെയ്യുന്ന ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡബ് ചെയ്യുമ്പോഴത്തേനും കുറെ ആളുകളൊക്കെ അതിനു വേണ്ടി അത് അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം.